ആദരണീയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള സംഗീതനാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ദേശീയ ലൈവ്, അത് ഇന്നലെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ നാടക ചലച്ചിത്ര സംവിധായകൻ ശ്രീ സുനിൽ ഷാൻബാഗ് ഉദ്ഘാടനം ചെയ്ത് ശ്രീലങ്കൻ സംവിധായിക ശ്രീമതി റുവാന്തി ചിക്കേറ അവരുടെ സാന്നിധ്യത്തിൽ തുടക്കം കുറിച്ചുവെങ്കിലും ഇന്ന് രാവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈറ്റിംഗ് ഡിസൈനർ ഗൗതം മജുംദാർ കൽക്കട്ടയിൽ നിന്ന് ഞാൻ ക്ഷണിച്ചതനുസരിച്ച് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ വരവേൽക്കുകയും ആ പരിപാടിയിലേക്ക് പൂർണ്ണമായും ഉൾച്ചേർക്കുകയും ചെയ്യേണ്ടതിന്റെ ചുമതല ഉണ്ടായിരുന്നെങ്കിലും ഷാഹുൽ സാറിന്റെ ഈ സഹസ്ര പൂർണിമ എന്ന പൗർണമി തിങ്കൾ എന്ന പേരിൽ നടക്കുന്ന ശതാഭിഷേക പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ഇതിലെല്ലാം പ്രധാനമായ ഒന്നാണ് എന്നതുകൊണ്ടാണ് ഒഫീഷ്യലായ ഒരു പ്രോട്ടോകോൾ പ്രോഗ്രാം അവിടെ മാറ്റിവെച്ചിട്ടും ഇങ്ങോട്ട് വരാനിടയായത്. ഞാനതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. ജസ്റ്റിസ് സുമാര സാറിനെ പോലെ നീതിയുടെ ഒരു വലിയ പ്രകാശ ഗോപുരമായ മഹാരഥനായ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ വേദിയിൽ. അതോടൊപ്പം തന്നെ ഇനിയും നിരവധി ചടങ്ങുകൾ നടക്കാനുണ്ട്. ആദരം തന്നെ ഒരു പ്രത്യേക പരിപാടിയായി ഇവിടെ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അതിനിടയിൽ എനിക്ക് പോകേണ്ടതുകൊണ്ട് മാത്രമാണ് ആദ്യമായി ഞാൻ കേരള സംഗീതനാടക അക്കാദമിക്ക് വേണ്ടി വ്യക്തിപരമായും പൊന്നാട ചാർത്തിയത്. ഇവിടെ വളരെ മികച്ച പ്രഭാഷണങ്ങളാണ് ഇതിനു മുമ്പ് തന്നെ ഉദ്ഘാടകന്റെയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള, മുൻ ഗോവ ഗവർണർ, അവർ രണ്ടുപേരും നടത്തിയത്. അതിന്റെ ആവർത്തനത്തിന് ഞാൻ തയ്യാറില്ല. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും ഒരു കാര്യം ഉദ്ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാടകരംഗത്ത് പൊതുവെ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാവാറില്ല. അത് അതിന്റെ കമേഴ്സ്യലായ വിജയത്തിന് വേണ്ടി സിനിമ കണ്ടെത്തിയ ഒരു മാർഗം കൂടിയാണ്. ഇവിടെയല്ല, ലോകത്തെവിടെയും സിനിമ, പ്രത്യേകിച്ചും മുഖ്യധാര കമേഴ്സ്യൽ സിനിമ നിലനിൽക്കുന്നത് തന്നെ സൂപ്പർ സ്റ്റാർ സങ്കല്പത്തിൽ അധിഷ്ഠിതമായാണ്. എന്നാലും നാടകത്തിൽ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇരിക്കുന്ന സുന്ദരങ്ങളായി അങ്ങനെ ഒരാളാണ്. നാടകത്തിന്റെ ഗാനരചനയിൽ എല്ലാ കാലത്തേക്കുമായി ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ശതാഭിഷേകമാണ് നാം ഇപ്പോൾ ആഘോഷിക്കുന്നത്. അത് പൂച്ചാക്കൽ ഷാഹുൽ സാറാണ്. ഞാൻ ഈ നാടക അരങ്ങ് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല നാടക ഗാനങ്ങളുടേതുമാണ്. ഓരോ വർഷവും ഓരോരോ ചുമതലകൾ വന്ന് തിരക്കുകളാൽ മാറ്റിവെക്കപ്പെട്ടു എങ്കിലും മലയാള നാടക ഗാന ശാഖയെക്കുറിച്ച് ഇന്നുവരെ എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരു പുസ്തകം പാതിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു തലമുറയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു കണ്ണി എന്ന നിലയിൽ അത് ഏറ്റവും ബൃഹത്തായ ഒരു ഗ്രന്ഥമായി മാറുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഞാനതിൽ നാടകത്തിന് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുള്ള മുഴുവൻ പേരുടെയും രചനകളും അവരുടെ പാട്ടുകളും നാടകങ്ങളും അഴിച്ചിട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും 300-ലധികം നാടകങ്ങൾക്ക് 1500-ലധികം പാട്ടുകൾ എഴുതിയ ഒരേ ഒരാളേ ഉള്ളൂ. അതാണ് പൂച്ചാക്കൽ ഷാഹുൽ സാർ എന്ന് ഇവിടെ അറിയിക്കുക. നമ്മുടെ നാടക ഗാനരചനയുടെ, ആധുനിക നാടകങ്ങളുടെ ഗാനരചനയുടെ തുടക്കക്കാരനാണ്. വയലാർ ആണ്. ഭാസ്കരമാഷ് എഴുതിയത് വളരെ കുറവാണ്. ശ്രീകുമാരൻ തമ്പി എഴുതിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ലളിതഗാനങ്ങൾ അത് എഴുതിയിട്ടുണ്ടെങ്കിലും KPSCക്ക് വേണ്ടി ഓയിലിലെ വിയോഗത്തിന് ശേഷം
എഴുതിയിട്ടുള്ള ഗാനങ്ങളാണ്. തമ്പി സാറിന് ആദ്യമായി നാടക ഗാനത്തിനുള്ള അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് തന്നെ ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ വേനല്ലേ അതിന്റെ സംഗീതം നൽകിയിട്ടുള്ളത്. KPSCയുടെ നാടകത്തിനാണ്. തമ്പി സാർ എന്നെ വിളിച്ചു പറഞ്ഞത്, പല ബഹുമതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു അപൂർവമായ ബഹുമതിയാണ്. അത് ആ ഒരു ഗാനരചനയ്ക്കാണ് എന്നാണ്. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ 1, 2, 10 ഒക്കെ നാടകങ്ങളിൽ മാത്രം പാട്ടുകൾ എഴുതി അസ്തമിച്ചു പോയ മികച്ച പ്രതിഭാശേഷിയുള്ള ഒട്ടനവധി ഗാനരചയിതാക്കൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത് സിനിമകളിലുമുണ്ട്. ഞാൻ കേരള സംഗീത അക്കാദമിയുടെ 21ാമത്തെ സെക്രട്ടറിയാണ്. ആദ്യത്തെ 4 മാസം PK നമ്പ്യാർ എന്ന കൺഫേർഡ് IAS ആയുള്ള ഒരു ഗവൺമെന്റ് സെക്രട്ടറിയാണ് 1ാമത്തെ സെക്രട്ടറിയായി ഉണ്ടായത്. അത് ഒരു അഡ്വോക്ക് സെക്രട്ടറിയാണ്. പക്ഷേ ഫലത്തിൽ കേരളത്തിലെ ആദ്യത്തെ സംഗീത അക്കാദമി സെക്രട്ടറി മഹാനായ P. ഭാസ്കരനാണ്. മലയാളത്തിൽ കലർപ്പറ്റ ലിറിസിസം എന്ന ആരെങ്കിലും ഒരാളെ കുറിച്ച് വിശേഷിപ്പിക്കാനുണ്ടെങ്കിൽ അത് P. ഭാസ്കരനാണ്. അദ്ദേഹത്തിന്റെ രചനകളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അത് നമുക്ക് ബോധ്യമാവും. ഇപ്പോഴും നാം കേൾക്കുന്ന, പാടുന്ന പാട്ടുകളുടെ മുഴുവൻ ശയ്യാഗുണവും അതിന്റെ കേരളീയതയും വളരെ വ്യത്യസ്തമാണ്. ഒരു സംസ്കൃത പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതിനെ തുടർന്ന് സംഗീത അക്കാദമിയുടെ സെക്രട്ടറിയായി വന്നത് കാവാലം നാരായണ പണിക്കരാണ്. കേരളീയമായ ഒരു സംഗീത പദ്ധതി കൂടി വികസിപ്പിച്ചെടുത്തുള്ള കവിയാണ് കാവാലം. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, 21ാമത്തെ സെക്രട്ടറിയായി 58 ഏപ്രിൽ 26-നാണ് സംഗീത അക്കാദമി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നത്. 67 വർഷം കഴിഞ്ഞു. ഞാൻ ചുമതല ഏറ്റെടുത്തത് 2022 നവംബർ 17-നാണ്. തൊട്ടടുത്ത ദിവസം എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് GK പള്ളത്തിൻ്റെതാണ്. മറ്റൊന്നിനുമല്ല, എനിക്ക് ഒന്ന് താങ്കളെ കാണണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട് തേടി പിടിച്ച് പൂങ്കുന്നത്ത് എത്തുകയുണ്ടായി. അദ്ദേഹം ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് വീട്ടിൽ ഇരിക്കുന്നത്. ശ്വസിക്കാൻ ഓക്സിജൻ സിലിണ്ടർ ആവശ്യമുള്ള നിലയിലേക്ക് രോഗാവസ്ഥ അദ്ദേഹത്തെ തളർത്തി. തൊട്ടടുത്ത ദിവസം ഞാനവിടെ സംഗീത അക്കാദമിയുടെ ആദരവുമായിട്ടാണ് കടന്നു ചെന്നത്. GK പള്ളത്ത് എന്ന പേര് എത്ര പേർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗാനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, പാട്ടുകൾ എന്നാൽ ദീർഘകാലത്തേക്ക് കരിങ്കല്ലിൽ കൊത്തിവെക്കുന്ന ശില്പങ്ങളാണ്. അതിനെ കവിതയായി എല്ലാവരും കണക്കാക്കില്ല. അതിനെ അപ്ലൈഡ് പോയട്രി അഥവാ പ്രയുക്ത സംഗീതം എന്നാണ് വിളിക്കുക. നാടകത്തിന് വേണ്ടി പാട്ടെഴുതുമ്പോൾ പാട്ടിനല്ല പ്രാധാന്യം, നാടകത്തിനാണ്. നാടകം എന്ന ദൃശ്യകലയ്ക്ക് ആശ്രിതമായി നിൽക്കുന്ന ഒരു രചനയാണ്. അതിന്റെ സന്ദർഭം, അതിലെ കഥാപാത്രങ്ങൾ, അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഗാനശില്പം. പക്ഷേ 50 വർഷവും 60 വർഷവും 70 വർഷവും കഴിഞ്ഞിട്ടും ഈ പാട്ടുകളെല്ലാം അവശേഷിക്കുകയാണ്. അത് പാട്ട് എന്ന ഏറ്റവും വലിയ മാധ്യമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. GK പള്ളത്തിനെ ചിലപ്പോൾ ആദ്യമായി കേൾക്കുന്നവരിവിടെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ട് ഒരാൾ മറക്കില്ല. കാറ്റു വന്നു, നിന്റെ കാമുകൻ വന്നു, കുന്നിൻ ചെരുവിലോട കുഴലിലോണപ്പാട്ടുമായി. കാറ്റു വന്നു, നിന്റെ കാമുകൻ വന്നു. ഇതാണ് GK പള്ളത്തിന്റെ പാട്ട്. ഈ ഒരു പാട്ട് മതി അദ്ദേഹത്തെ ജീവകാലം നാം ഓർമ്മിക്കാൻ. ഈ പാട്ട് അറിയാത്തവർ വളരെ വിരളമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ടിന്റെ ഒരു പ്രത്യേകത, അത് പാടാനുള്ളവർക്ക് മാത്രമല്ല, കേൾക്കാനുള്ളവർക്കാണ് പ്രധാനമായും. അതുകൊണ്ട് എല്ലാ കാലത്തും പാട്ടിനെ കൊണ്ടു നടക്കുന്നത് പാട്ടുകാരല്ല. പുതിയ തലമുറയിലെ പല പാട്ടുകാരും ഷാവുൽ സാറിനെ പോലുള്ള
കവികളും ഗാനരചയിതാക്കളും എഴുതി കൊടുത്ത പാട്ടുകൾ സ്റ്റുഡിയോ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചുരുട്ടിക്കൂട്ടി അവിടെ ഇട്ടു പോകുന്നവരും ഉണ്ടാകാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല. പക്ഷേ ഒരു കവിയുടെ കൈപ്പടയിൽ എഴുതി കിട്ടിയ പാട്ട് ജീവിതകാലം സൂക്ഷിക്കുന്ന സംഗീത സംവിധായകരെയും പാട്ടുകാരെയും എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാനും കവിതയോടൊപ്പം കുട്ടിക്കാലം മുതൽ തുടങ്ങിയെന്നാണ് പാട്ടെഴുത്ത്. സർക്കാരിന്റെ സംഗീത അക്കാദമി നൽകുന്ന ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് 5 വർഷം, കുറച്ചായിട്ടല്ല 5 വർഷങ്ങളിലായി. ഞാൻ വളരെ കുറച്ച് ആ മത്സരങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളൂ, പക്ഷെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഗാനരചയിതാക്കളുടെ തലമുറ കുറ്റിയേറ്റ് പോയിട്ടൊന്നുമില്ല, പക്ഷെ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്നില്ല. അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. 75 നാടകങ്ങളിൽ സുന്ദരകല്ലായിയെ പോലൊരു സംവിധായകൻ പൂച്ചാക്കൽ ഷാഹുൽ സാറിന് അവസരം നൽകുക എന്നത് അതിന്റെ ഏറ്റവും വലിയൊരു സാധ്യത കൂടിയാണ്. ഞാൻ ഇത് മാത്രമല്ല പറയുന്നത്, GK പള്ളത്ത് വിളിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം വേറൊരാൾ എന്നെ വിളിച്ചു. അവരുടെ പേര് കരിമ്പുഴ രാധ എന്നാണ്. ഞാൻ അവരെ കാണുന്നത്, അവർ പൂങ്കുന്നത്താണ് താമസിക്കുന്നത്. ഒരാളും അറിയാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് കരിമ്പുഴ രാധമ്മ. പക്ഷേ രമണൻ എന്ന DK പൊറ്റക്കാട് സംവിധാനം ചെയ്ത ഏറ്റവും പഴയ നാടകത്തിലെ എല്ലാവരുടെയും ചുണ്ടുകളിലുള്ള പാട്ടാണ്. ചങ്ങമ്പുഴ ഉണ്ടാക്കിയ ഈണമല്ല, ചങ്ങമ്പുഴ ഉണ്ടാക്കിയ താളം മാത്രമാണ്, അതിലേക്ക് ഇതിന്റെ മീറ്റർ മാത്രമാണ്. പക്ഷേ കേരാഘോമാഷ് ഉണ്ടാക്കിയ ഈണമാണ് ഇപ്പോഴും രമണൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഒരു സംശയമില്ല. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടേയോ നിന്റെ കൂടെ എന്നത് ചങ്ങമ്പുഴയുടെ ഈണമല്ല, അത് രാഘവമാഷിന്റെ ഈണമാണ്. പക്ഷേ രമണന്റെ ഈണമായി കേരളത്തിൽ 1962 മുതൽ അത് മാറിപ്പോയി. അതിൽ 16 വയസ്സുള്ള ഒരു പാവാടയിട്ട പെൺകുട്ടി വന്നിട്ട് പാടി റെക്കോർഡ് ചെയ്ത ഒരു പാട്ട് ഇപ്പോഴും ഇതിലെ ഒരു മുതിർന്ന തലമുറക്ക് മുഴുവൻ മനഃപ്പാടമായിരിക്കും. നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് ഉണ്ടാത്തേ എന്ന് തുടങ്ങുന്ന ഇതൊക്കെ ചെങ്ങമ്പുഴയുടെ വരികളാണ്. ചെങ്ങമ്പുഴയെ പറ്റോ അന്ന് മുതൽ തന്നെ ഗാനരചയിതാവായിട്ടാണ് നിലയുറപ്പിക്കുന്നതെങ്കിൽ മലയാളത്തിലെ ഒട്ടുമിക്ക ഗാനരചയിതാക്കൾക്കും പണിയില്ലാതാകുമായിരുന്നു എന്ന് തെളിയിപ്പിക്കും വിധമാണ് അതിന്റെ ഡിക്ഷനും അതിന്റെ സൗന്ദര്യവും. ഇങ്ങനെ ഒരു മണ്ഡലത്തിലാണ് ONVയും അതോടൊപ്പം തന്നെ വയലാറും ഒരു പ്രത്യേക കാലം മുതലേ പാട്ടെഴുതി തുടങ്ങുന്നുള്ളൂ നാടകത്തിന് വേണ്ടി എന്ന് നമുക്കറിയാം. വളരെ ചുരുക്കം നാടകങ്ങൾക്ക് വേണ്ടിയാണ് വയലാർ ഒരു ഘട്ടം വരെ എഴുതിയത്. KPSCയിൽ ONV തന്നെയാണ് 1952 മുതൽ പാട്ടെഴുതിയത്. അത് നിങ്ങളിലെ കമ്മ്യൂണിസ്റ്റാക്കി 52 ഡിസംബർ 6 ചവറയിലെ സുദർശനം തിയേറ്ററിൽ ആദ്യമായി അവതരിപ്പിച്ചത് 52 ഡിസംബർ 6 അതിന് തൊട്ടു മുമ്പ് എന്റെ മകനാണ് ശരി എന്ന ഒരു നാടകം ഏതാനും കാലം മാത്രം, 1 വർഷത്തോളം മാത്രം കളിക്കുമ്പോൾ അതിന് പുനലൂർ ബാലനാണ് അതിന്റെ വരികൾ എഴുതിയത്. ONV തുടങ്ങുന്ന ഒരു ആധുനിക നാടക ഗാന ശാഖയിലേക്ക് വയലാർ കടന്നു വരുന്നത് തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്കാണ്. അത് 1962 ONVയും ദേവരാജനും KPSC വിട്ടുപോവുകയും പിന്നീട് കൊല്ലം കാളിദാസ കലാകേന്ദ്രം ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അശ്വമേധം എന്ന നാടകത്തിന് വേണ്ടി എഴുതിയ 5 പാട്ടുകൾ MB ശ്രീനിവാസനാണ് ആദ്യം ഈണമിട്ടത്. നാടകമാണെങ്കിൽ KPSC നാടകങ്ങൾ കൊടികോ കെട്ടി പറക്കുന്ന ഒരു കാലത്ത് നാടകത്തിലെ പാട്ടുകളുടെ ഒരു ജീവിതം തളർന്നു പോവുകയാണെന്ന് പലർക്കും തോന്നി. ആ പാട്ടുകൾ അവതരിപ്പിക്കപ്പെട്ട 4 or 5 വേദികൾ കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായപ്പോഴാണ് വയലാറും തോപ്പിൽ ബാസിയും കൂടി ഒരു രാത്രി കോഴിക്കോട്ടെ ഇമ്പീരിയൽ ഹോട്ടലിൽ മുറിയെടുത്ത് ആകാശവാണിയിൽ അന്ന് ഉദ്യോഗസ്ഥനായിരുന്ന രാഘവമാഷെ കാണാൻ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിൽ വന്ന് പാട്ടെഴുതാനുള്ള സ്വാതന്ത്ര്യമോ അനുവാദമോ ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്ന രാഘവമാഷ്ക്ക് ആ പേരിൽ വന്ന് പാട്ടെഴുതാൻ ഒന്ന് നേരത്തെയുള്ള സർവീസ് റൂൾ അനുസരിച്ച്
അത് ഷാഹുൽ സാറിനും നേരത്തെ എനിക്കറിയില്ല. നേരത്തെയുള്ള സർവീസ് റൂൾ അനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാരും ക്രിയേറ്റീവായ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. ടെക്നിക്കൽ റിഹേഴ്സലിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടത്തിലാണ് അതിന്റെ പല കാര്യങ്ങളും നടക്കുക. ആസൂത്രണം ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഇന്ന് പറയുന്നു നാളെ പാട്ട് വേണം, മറ്റന്നാൾ പാട്ട് പാടി തീർക്കണം, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഏർപ്പാട്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുപോലെ ഒരിടത്ത് വന്ന് രാഘവ മാഷെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഹോട്ടൽ ഇമ്പീരിയൽ വെച്ചിട്ട് വയലാർ എഴുതി ജുബയുടെ പോക്കറ്റിലാക്കി കൊണ്ടുവന്ന 5 പാട്ടുകൾ ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതിലെ 2 പാട്ടുകളാണ് ഇപ്പോഴും മലയാള നാടകവേദിയിലെ ഏറ്റവും വലിയ ദീപസ്തംഭങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന് പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. മറ്റൊന്ന് തലയ്ക്കുമീരെ ശൂന്യാകാശം എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ 2 പാട്ടുകൾ മാത്രമല്ല, അതിൽ 5 പാട്ടുകൾ ആ രാത്രി ഉണ്ടാക്കിയതാണ്. എം.വി. ശ്രീനിവാസന്റെ പേരിലുള്ള ഒരു പാട്ടും തുടർന്ന് അശ്വമേധത്തിൽ ഉപയോഗിച്ചു. കൺമുമ്പിൽ നിന്നു ചിരിക്കും, കാണാതെ വന്ന് കഴുത്തു ഞെരിക്കും എന്ന് തുടങ്ങുന്ന പാട്ട്. തീർച്ചയായിട്ടും നാം ഓർമ്മിക്കേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ ജീവിതവും ചിത്രവുമാണ്. ഇങ്ങനെ ഉണ്ടായിത്തീർന്ന ഈ നാടക ഗാനരചനാ മണ്ഡലത്തിലേക്ക് യുവാവായ ഒരു ഗാനരചയിതാവ് കടന്നു വന്ന്, അതും നിത്യപ്രണയിയായ ഒരു കവി കടന്നു വന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രണയകാവ്യ ഗീതികൾ ഈ നാടക ഗാന ശാഖയിലേക്ക് നൽകിയെന്നാണ് ചരിത്രപരമായ അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന. പ്രണയം എന്നത് എന്തോ ഒരു കുറഞ്ഞ കാര്യമാണ് എന്ന് പൊതുവെ ബുദ്ധിജീവിത്വം ഭാവിക്കുന്ന എല്ലാവരും ധരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രണയം എന്നത് നവോത്ഥാനത്തിന്റെ സമരഭൂമിയാണ്. കാരണം മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും ഉദാത്തമായ ബന്ധം എന്നത് സ്ത്രീ പുരുഷ ബന്ധമാണ്. ആ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനം നമ്മുടെ സമൂഹത്തിൽ എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതൊന്ന് ജാതിയാണ്, മറ്റൊന്ന് ജാതകമാണ്. ആകാശത്തിലെ ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെയാണ്. അവരാണ് ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ബന്ധങ്ങളെ നിർണയിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യമുള്ള സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും ചെയ്യുമ്പോൾ ഈ ജീവിതമാകെ അട്ടിമറിയുകയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ നവോത്ഥാന വിപ്ലവങ്ങളിൽ ഒന്ന് പ്രണയമാണ്. മലയാളികളെ പ്രണയിക്കാൻ പഠിപ്പിക്കുന്നത് മഹാകവി കുമാരനാശാനുമാണ്. ആശാന്റെ നായികമാരാണ് അന്ന് വരെ ഉണ്ടായിരുന്ന ജാതി, ജാതക, പിന്നെ ഈ ഗോളങ്ങളും നക്ഷത്രങ്ങളും ചൊവ്വയും ഒക്കെ ചേർന്നിട്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ തീർപ്പാക്കുന്ന ഇടപാടിന് അന്ത്യം കുറിച്ചത്. അതുകൊണ്ട് ചാത്തമ്പലയെ പ്രണയിക്കുന്ന ഒരു സാവിത്രി അന്തർജനം ഉണ്ടാവുകയാണ്. ആനന്ദ ഭിക്ഷുവിനെ പ്രണയിക്കുന്ന ഗ്രാമത്തിൽ പുറത്തങ്ങ് വസിക്കുന്ന ചാമനായകൻ തന്റെ കിടാത്തിയായ ഒരു മാതങ്കി ഉണ്ടായിത്തീരുകയാണ്. കരചരണങ്ങൾ ഛേദിക്കപ്പെട്ട് ശ്മശാന ഭൂമിയിൽ കിടക്കുമ്പോഴും ഉപഗുപ്തനെ പ്രണയപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വാസവദത്ത സൃഷ്ടിക്കപ്പെടുകയാണ്. നളിനിയും ലീലയും സൃഷ്ടിക്കപ്പെടുകയാണ്. ആശാന്റെ കഥാപാത്രങ്ങളിൽ വളരെ സവിശേഷമായ ഒന്ന് അതിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് സ്ത്രീ എന്ന ഒരു ഐഡന്റിറ്റിക്ക്, സ്വത്വത്തിന് ഏറ്റവും അധികം മൂല്യം കൽപ്പിച്ചത് നമ്മുടെ കവിതയുടെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഭവകാലത്ത് തന്നെ ആശാനും അദ്ദേഹത്തിന്റെ കവിതകളുമാണ്. അതിന് പ്രധാനമായും ഒരു കാരണം ജാതിക്കും ജാതകങ്ങൾക്കും അത്തരം വിശ്വാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ എന്ന മഹാസങ്കല്പം അവതരിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ പിൻപറ്റിയ ഒരു കവി കൂടിയാണ്. ഒരർത്ഥത്തിൽ കവിതയ്ക്ക് കൂടി ആശാനായിരുന്നു ശ്രീനാരായണ ഗുരു. ആശാന്റെ ആശാനായിരുന്നു ശ്രീനാരായണ ഗുരു എന്നതിനാലാണ്
തീർച്ചയായും. അതുകൊണ്ട് നാം ആരും കരുതുന്ന പോലെ പ്രണയം എന്നത് പുതിയ കാലത്തെ ലൈൻ, വളക്കൽ എന്നൊക്കെയുള്ള വാക്കുകളിൽ ജെൻസി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നായി അതിനെ കാണേണ്ടതില്ല. അതിനപ്പുറത്ത് ഈ കേരളത്തെ ഇത്രമേൽ മനുഷ്യത്വപൂർണമായി മാറ്റിമറിച്ച മറ്റൊരു പ്രതിഭാസവും പ്രണയം പോലെയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരർത്ഥത്തിൽ അതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. കരിവള്ളൂർ സമരത്തിന്റെ നായകനായിരുന്ന ഒരു മഹാവിപ്ലവകാരി ഈ തിരുവിതാംകൂറിലേക്ക് വരികയും ഇവിടെ ഒരു 15-ാം വയസ്സ് മുതൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്കൂളുകളും ക്ലാസ് മുറികളും വിട്ടിറങ്ങി പിന്നെ പോരാളിയായി തീർന്ന ഒരു സാമൂഹിക പ്രവർത്തകയായ ഒരു പെൺകുട്ടിയും തമ്മിൽ പ്രണയിച്ചില്ലായിരുന്നെങ്കിൽ പുന്നപ്രകാരിയായ കെ ദേവയാനി എന്ന എൻ്റെ അമ്മയും കരിവള്ളൂർ സമരത്തിന്റെ നായകനായിരുന്ന എ വി കുഞ്ഞമ്പു എന്ന ഒരു സ്വാതന്ത്ര്യ പോരാളി തമ്മിൽ പ്രണയിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ഒന്നും പറയാൻ ഞാനുണ്ടാകുമായിരുന്നില്ല എന്നതാണ് എന്നെ പ്രസക്തനാക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം പ്രണയത്തെ കുറിച്ച് പാടി, ജീവിതത്തെ കുറിച്ച് പാടി, മനുഷ്യന്റെ സാഹോദര്യത്തെ കുറിച്ച് പാടി, എല്ലാ കാലത്തും കവിത ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ മുഴുവൻ ഇരുളിൽ മറഞ്ഞു പോവുകയാണ്. എ പി ഗോപാൽ സുന്ദരകല്ലായി മാഷുടെ നാടകത്തിലും എഴുതിയിട്ടുണ്ടാവും ഇല്ലേ? എത്ര മനോഹരമായ പാട്ടുകൾ എഴുതിയ പേരാണ്. എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു, ജി കെ പടത്തിനെ കുറിച്ച്, മറ്റൊന്ന് കരിമ്പുഴ രാധ എന്ന നീലക്കുയിലെ നീലക്കുയിലെ എന്ന പാട്ട് പാടിയ കരിമ്പുഴ രാധമ്മയെ കുറിച്ച്. അവർ രമണനിൽ മാത്രം 8 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇന്നത്തെ പോലെയല്ല കണക്ക്. ഉണ്ണിയാർച്ച എന്ന സിനിമയിൽ 26 പാട്ടുകളുണ്ട്. KPSCയുടെ ആദ്യ നാടകമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിൽ 25 പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. പൊന്നരിവാളപ്പടിയിൽ കൂടി ചേർക്കുമ്പോൾ 26 പാട്ടുകളായി. ഇടവേളയിലും പാട്ടുണ്ട്. ഇപ്പൊ ഉണ്ണിയാർച്ചയിൽ 26 പാട്ടുകളുണ്ട്. രമണനിലെ 8 പാട്ടുകൾ പാടിയത് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്ന കോറസ് അടക്കം പാടിയത് കരിമ്പുഴ രാധയാണ്. വിവാഹിതയായതിനു ശേഷം അവരെ പാടാൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നയാൾ അനുവദിച്ചിട്ടില്ല. സ്ത്രീകൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നതിന് അദ്ദേഹത്തിന് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ ജീവിച്ചു. പിന്നെ ഒരു ഘട്ടത്തിൽ അവർ അവരുടെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് വന്നു. ഒരുപാട് കുട്ടികളെ സംഗീതം പഠിപ്പിച്ചു. ഗീതഗോവിന്ദം ജയദേവ കവിയുടെ മൊത്തം അവർ 73-ാം വയസ്സിൽ കമ്പോസ് ചെയ്ത് പാട്ടുകാരെ വെച്ച് പാടിച്ച് അതിൻ്റെ ഒരു ആൽബം ഇറക്കി. അതിമനോഹരമായ ഗീതഗോവിന്ദത്തിന്റെ ഒരു ആൽബം അവർ പുറത്തിറക്കി. ഇങ്ങനെയാണ് കരിമ്പുഴ രാധ എന്ന സംഗീത വ്യക്തിത്വം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഞാൻ റസലിനെ കുറിച്ചും ഈ കുടുംബത്തെ കുറിച്ചും പറയുകയാണ്. അവരുടെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പൂച്ചാക്കൽ ഷാഹുൽ സാറിനെ പോലെ ഇത്രയും വലിയൊരു വ്യക്തിത്വവും പതിയെ പതിയെ ഇരുളിൽ മറഞ്ഞുപോയേനെ. ഒരു കുടുംബം ഒപ്പം നിൽക്കുകയും ഒരു നാട് ഒപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ ഈ ശതാഭിഷേകം എന്നത് ചരിത്രത്തിലുള്ള ഒരു പ്ലേസ്മെന്റ് കൂടിയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ഇവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ മുഴുവൻ വരുന്നു. ഒരു ദിവസം മുഴുവൻ കലാകാരന്മാരും കലാകാരികളും അടങ്ങുന്ന ഒരു സമൂഹം ഉണ്ടാവുന്നു. നാം എല്ലാം അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നു. അതിന്റെ ഡോക്യുമെന്റുകൾ ഉണ്ടാവുന്നു. എഴുതിയ അച്ചടിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ ഒപ്പം നിൽക്കാൻ, ഒന്നിച്ചു നിൽക്കാൻ കുറെ പേരുണ്ടാവുക, അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പൊതുവെ എഴുത്തിലോ കലയിലോ ഏർപ്പെടുന്നവർ മുഴുവൻ മറ്റു മനുഷ്യരുമായി അധികം ബന്ധം പുലർത്താതെ ചെറിയ ചെറിയ ഷെല്ലുകൾക്കുള്ളിൽ, ചിപ്പികൾക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുന്നവരാണ്. അതുകൊണ്ട് അതാത് നാടുകളിൽ അവരവർ അൺപോപ്പുലറായി തീരാനും സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഒരിക്കൽ പരിചയപ്പെട്ടാൽ മറക്കാനാവാത്ത വ്യക്തിത്വമായി ഗസലും ഷാഹുൽ സാറും കൂടി എന്നെ കാണാൻ അവിടെ വരികയുണ്ടായി. ഒരു പേര് കൂടി എനിക്ക് പറയണം. ഇവിടെ ഇരിക്കുന്ന ഗീതാ തുറവോ, അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അവരിവിടെ ഉണ്ട്. അവരെന്റെ ദീർഘകാല സുഹൃത്താണ്. ഇതേപോലെ ഒട്ടുവളരെ സൗഹൃദങ്ങൾ. റസൽ വരുമ്പോൾ 2 തവണ അദ്ദേഹം അവിടെ വരികയുണ്ടായി. പിന്നെ വരുന്നത് ഞാൻ വന്ന ശേഷമാണ്. ഈ സംഗീത അക്കാദമിയുടെ ചരിത്രത്തിൽ അവാർഡ് ലഭിച്ച
ഒരു കലാകാരന് പിന്നൊരിക്കൽ ഗുരുപൂജ കൂടി കൊടുത്ത ചരിത്രമില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി അവാർഡും ഗുരുപൂജ പുരസ്കാരവും ലഭിച്ചിട്ടുള്ള കലാകാരനാണ് ഇവിടെ ഇന്ന് നാം ആചരിക്കുന്ന പൂച്ചക്കൽ ഷാഹുൽ സർ. അപ്പോൾ എനിക്ക് അത്രയും അധികം സന്തോഷമുണ്ട് ഇതുപോലൊരു സന്ദർഭത്തിൽ ഇവിടെ വരുന്നതിൽ. ഗാനരചനയുടെ ഒരു ചരിത്രത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതിന്റെ വംശം കുറ്റിയേറ്റ് പോയിട്ടൊന്നുമില്ല. ONV വയലാറും ഒക്കെ അവസാനിച്ചതോടുകൂടി ഗാനരചന ശ്രീകുമാരൻ നമ്പിയും ഒക്കെ കഴിഞ്ഞതോടുകൂടി അത് ഇല്ലാതായി എന്നാണ് നമ്മൾ പലരും ധരിക്കുക. അങ്ങനെയല്ല. കൈതപ്രത്തെ പോലെ ചലച്ചിത്രത്തിന്റെ ഒരു രംഗത്ത് അപ്ലൈഡാണ് ഇവിടെയൊക്കെ കവിത എന്ന് പറയുന്നത്. സ്വതന്ത്രമായ പാട്ടുകൾ മലയാളത്തിൽ ദീർഘകാലമായി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴങ്ങനെ ഉണ്ടാവുന്നു. ഇപ്പോൾ ഇൻഡി മ്യൂസിക് എന്ന് വിളിക്കുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസിക് വളരെ പ്രബലമായി വരികയാണ്. ഒറ്റക്ക് പാട്ടായി നാടകത്തിന്റെയോ സിനിമയുടെയോ മറ്റേതെങ്കിലും ദൃശ്യകലയുടെയോ ഊന്നുവടി കൊണ്ട് മാത്രം നിലനിൽക്കുന്ന പാട്ടുകൾ എന്നതിനപ്പുറത്ത് ഒറ്റയ്ക്കുള്ള പാട്ടുകൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതിനായി പ്രവർത്തിക്കുന്ന ഒട്ടുവളരെ പേരുണ്ട്. അതുകൊണ്ട് ആ പാട്ടുകളുടെ ഒരു വലിയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടുവളരെ നല്ല ഗാനരചയിതാക്കൾ, കവികൾ, മികച്ച കവി തന്നെയായ റഫീഖ് അഹമ്മദിനെ പോലെ, BK ഹരിനാരായണനെ പോലെ, ഫോക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ അറിയുന്ന ചന്ദ്രശേഖരൻ ആങ്ങണ്ടിയൂരിനെ പോലെ, നിരവധിയായ അജീഷ് ദാസിനെ പോലെ, അതുപോലെ നിരവധിയായ കവികൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവരുടെ പാട്ടുകൾ ഒരിക്കലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയാനോ പറയാനോ പറ്റുന്നില്ല. അതിന്റെ കാരണം കൊലപാതകത്തിന് പോലും അതിന്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന ഒന്നായി മാറുകയാണ്. കവർച്ചയ്ക്കും ബോംബാക്രമണങ്ങൾക്കും വെടിവെപ്പിനും പോലും പിന്നണിയായാണ് പാട്ട് വരുന്നത്. മനുഷ്യർ എപ്പോഴും ചേർന്ന് നിൽക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ ആർദ്രമാക്കുന്ന വികാരങ്ങളും അനുഭൂതികളുമായി സ്പർശിച്ചുകൊണ്ട് പാട്ടുകൾ വരുമ്പോഴാണ്. അതുകൊണ്ട് അതിന്റെ വരികളേതാണ് കേൾക്കാനോ തിരിച്ചറിയാനോ. ഇപ്പോഴും നമ്മളെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലെ കവിതയാണ് നമ്മൾ ഓർമ്മിക്കണം. സംഗീതം എത്ര മികച്ചതായാലും അതിന്റെ കവിതകളാണ്, അതിന്റെ വരികളാണ് കാലങ്ങളോളം കേടുവരാത്ത ശില്പങ്ങളാക്കി അവരെ നിർത്തുന്നത്. അതിന്റെ കവിത്വമാണ്. ഇതാണ് ഷാഹുൽ സാറിന്റെ ഏറ്റവും വലിയൊരു വലിപ്പം എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം 84 വയസ്സ് കടന്നു പോകുമ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ഇപ്പോഴും ആരോഗ്യവാനായി ഇരിക്കുമ്പോൾ, കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വലിയ അന്തരീക്ഷത്തിൽ വളരെ സുരക്ഷിതനായി നിൽക്കുമ്പോൾ, ഒരു നാട് മുഴുവൻ അതോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നൽകുകയാണ്. മഹത്തായ സ്ഥാപനം. ഈ ചടങ്ങിൽ ഞാൻ ഒരാൾ വ്യക്തിപരമായി മാത്രമല്ല പങ്കെടുക്കുന്നത്. സംഗീതനാട അക്കാദമി എന്ന ഈ കേരളത്തിൽ ഔദ്യോഗികമായി രംഗകലകളുടെ മുഴുവൻ ചുമതലയുള്ള ഈ സ്ഥാപനം കൂടി ഇതിൽ പങ്കാളിയാവുകയാണ്. എല്ലാ ആദരങ്ങളും നേരുകയാണ്. ഞാൻ എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. എന്നെ പോകാൻ അനുവദിക്കണം എന്നും അഭ്യർത്ഥിക്കുന്നു.